സിന്ധു സ്പൈസ് വേൾഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു ലഡു ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കിന്ന് പോയി നോക്കിയിട്ട് വരാം. എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. നമുക്കിന്നൊരു ലഡു ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഒരു ഗ്ലാസ്, എല്ലാം ഈ ഗ്ലാസ് കണക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഒരു ഗ്ലാസ് കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് നമുക്ക് മഞ്ഞ കളറിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിൻ്റെ ഒരു പാകത്തിനനുസരിച്ച് എടുക്കാം. വെള്ളം കൂടി പോകാനും പാടില്ല, കുറയാനും പാടില്ല. അങ്ങനെ പ്രത്യേക ഒരു പാകത്തിന് വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെയായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്രത്തോളം ഒഴിച്ചെന്ന് പറയാം. അപ്പോൾ നമ്മളിത് കലക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഒരു 3/4 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് കേട്ടോ. കടലമാവ് എടുത്ത് അതേ ഗ്ലാസ് അളവ് തന്നെയാണ് എല്ലാത്തിനും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 3/4 ഗ്ലാസ് വെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ ഇനി നമുക്കിത് ബൂന്തി ഉണ്ടാക്കി എടുക്കാം. എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ചൂടായോ ഇല്ലയോ നമുക്കൊന്ന് നോക്കാം. ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയ ഹോളുള്ള ഒരു തവിയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുത്ത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് ബൂന്തി ഉണ്ടാക്കി. അത് നമ്മൾ ഇത് കൊമടകളായിട്ട് വന്നതിന് ശേഷം ഒരു 10 സെക്കൻഡ് മാത്രമേ നമ്മളിത് ഇളക്കി കൊടുക്കാവുള്ളൂ. ഇത് ക്രിസ്പി ആവാൻ പാടില്ല. അതിന് മുമ്പ് തന്നെ നമുക്കിത് എടുത്തിരിക്കണം. ഇത് ക്രിസ്പി ആവാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഒരു 5-10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് എളുപ്പം തന്നെ നമുക്കിത് വാങ്ങിയെടുക്കണം. നമുക്കിത് നമ്മുടെ ഈ ബൂന്തി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ക്രിസ്പി ആകാനായിട്ട് നമ്മൾ നോക്കി നിൽക്കല്. നമുക്കിനി അടുത്ത ട്രിപ്പ് കൂടെ നമുക്ക് ഒഴിക്കാം. അങ്ങനെ അപ്പോൾ ഇത് നമുക്ക് എളുപ്പം തന്നെ വാങ്ങിയേക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ആ മാവെല്ലാം നമുക്ക് ഇതുപോലെ ബൂന്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ ബൂന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പഞ്ചസാര ലായനിയിൽ നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ടിത് ഒന്ന് മെൽറ്റായി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇപ്പം നമ്മളിത് ഇങ്ങനെയാണ് നമ്മളത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ക്രഷ് ചെയ്തെടുത്ത് അപ്പോൾ നമ്മളിത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുപ്പിൽ പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3/4 ഗ്ലാസ്, ഈ അളവെല്ലാം അതേ രീതിയിൽ വേണം എടുക്കാൻ. 3/4 ഗ്ലാസ് പഞ്ചസാരയാണ് നമ്മളിത് ചേർക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ 1/4 ഗ്ലാസ്
വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഒരു നൂൽ പരുവാവണം, എന്നിട്ട് നമ്മൾ ഈ ബൂന്തിയിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് നമ്മളിങ്ങനെ കൈ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു നൂൽ പരുവം, ഇങ്ങനെ ഒരു നൂല് വരുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഇങ്ങനെ ഒരു നൂല് വരുമ്പോൾ നമുക്കിത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. തീ നമ്മൾ കുറച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കും. കശുവണ്ടി നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ലേശം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യുടെ മണമൊക്കെ കൂടുതലായിട്ട് നിൽക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വയ്ക്കാം. ഇത് നന്നായിട്ട് ഇതിപ്പോൾ നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ നമുക്ക് ഉരുട്ടാൻ പാകത്തിനുള്ള ഒരു ചൂടാകുമ്പോഴാണ് നമ്മളിത് ഉരുട്ടിയെടുക്കേണ്ടത്. നന്നായിട്ട് നെയ്യൊക്കെ ചേർക്കുക, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്കിത് ചെറിയ ബോളുകളായിട്ട് നമുക്ക് കയ്യിലിങ്ങനെ ഒരു ഉരുട്ടാൻ പാകത്തിനുള്ള ചെറു ചൂട് വേണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉരുട്ടുക. അതിന് ശേഷം നമുക്കിങ്ങനെ ഓരോ മുന്തിരി ഇങ്ങനെ ഇടയ്ക്കൊന്ന് വെച്ച് കൊടുക്കുക. നമ്മൾ ബൂന്തി ഉണ്ടാക്കുമ്പോൾ ആവശ്യമുള്ള എണ്ണ ഒഴിക്കണം. പിന്നെ നമ്മൾ മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് തവി ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അത് ഒരേ സ്ഥലത്ത് തന്നെ നമ്മൾ മാവ്. നമ്മളുടെ ലഡു എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 5-6 മണിക്കൂറിന് ശേഷം മാത്രമേ നമ്മളിത് കഴിക്കുകയുള്ളൂ. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് വരുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക.